ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ ബിരിയാണി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുക്കർ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ ചിക്കനാണ്. എല്ലോട് കൂടി തന്നെയുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണിത്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നെ എടുത്തേക്കുന്നത് ഒരു 2 സവാളയാണ്. സവാള ഇങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞേക്കുവാണ്. ഈ 2 സവാള നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. ഇതും മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2 സവാള ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഒരു 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 5-8 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, അതേപോലെ തന്നെ 2 കൂട വെളുത്തുള്ളി. ഈ പച്ചമുളകിന്റെ എരിവിനനുസരിച്ച് ഇതിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. നമ്മൾ ഇതിൽ വേറെ മുളക് പൊടി ഒന്നും ചേർക്കണില്ല. ഈ പച്ചമുളകിന്റെ എരിവാണ് വേണ്ടത്. ഇവിടെ എന്റെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്. അതാണ് ഞാൻ ഇത്ര എടുത്തത്. അപ്പൊ നിങ്ങളുടെ പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. മിക്സി ബൗൾ യൂസ് ചെയ്ത് ചതച്ചെടുക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ ഇടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ വെച്ച് ചതച്ചെടുത്താലും മതി. പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് പുതിനയിലയാണ്. മല്ലിയിലയാണ് കൂടുതൽ വേണ്ടത്, പുതിനയില വളരെ കുറച്ച് മതി. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ഒരു 1/2 കപ്പ് തൈരാണ്. കുറച്ച് പുളിയുള്ള തൈരാണ് എടുത്തേക്കുന്നത്. ഓവറായിട്ട് പുളിയുള്ള തൈര് വേണ്ട. പിന്നെ നമ്മുടെ ബിരിയാണി അരി എടുത്തേക്കുന്നത് ഞാൻ കൈമ റൈസ് ആണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബസ്മതി റൈസ് യൂസ് ചെയ്യാം. ഇത് ഞാനൊരു 3 കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കാം. ഇനി കുറച്ചുകൂടി സാധനങ്ങൾ നമ്മൾ ബിരിയാണിയിൽ ചേർക്കും. അത് ഞാൻ കുക്കിങ്ങിന്റെ ഇടയിൽ പറയാം. ആദ്യം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചില്ലേ, അതിൻ്റെ അകത്തുനിന്ന് 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതും നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ നമ്മുടെ ചിക്കന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് പുതിനയിലയും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനും നമ്മൾ ചേർത്ത മസാലകളെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ അതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇത് നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മസാലകളെല്ലാം ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. സമയം ഉണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വയ്ക്കാം. ഇപ്പോൾ അതാ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തേക്കണത്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. ഈ എണ്ണയുടെ കൂട്ടത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യുടെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ ബിരിയാണിക്ക് കിട്ടും. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഈ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ചെറുതായിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതാ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ അതാ നമ്മുടെ സവാള എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്യാസിനോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഇതും ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ അതാ വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പൊ അതാ നമ്മൾ വറുത്തെടുത്തെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 ഏലക്ക, 4-5 ഗ്രാമ്പൂ. സ്പൈസസ് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരണം. എണ്ണ കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പം ഞാൻ തീ കുറച്ചാണ് വെച്ചേക്കണത്. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചവ നന്നായിട്ട് മാറിയിട്ടുണ്ട്. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. 2 നല്ല പഴുത്ത തക്കാളി. തക്കാളിയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അത് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചൊരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനും നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നോട്ടെ. അപ്പോൾ അതാ ഒരു 5 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നോട്ടെ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അതേപോലെ ചിക്കൻ ചെറുതായിട്ടൊന്ന് വെന്തും വരും. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഉണ്ടോ, ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചില്ലേ സവാള, അതിൻ്റെ അകത്തുനിന്ന് ഒരു പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കൈപ്പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2-3 ടേബിൾ സ്പൂൺ പുതിന അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ചിക്കൻ്റെ അകത്ത് കുറച്ച് ഗ്രേവി ഉണ്ട്. കുറച്ച് ഗ്രേവി വേണം, അല്ലെങ്കിൽ നമ്മുടെ ചോറൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. 3 കപ്പ് കൈമ റൈസ്. അരി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ്. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 3 കപ്പ് അരിയല്ലേ എടുത്തേ, അപ്പം 3 കപ്പ് വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ചു. അതിലേക്ക് നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉപ്പ് ചേർത്ത വെള്ളമാണിത്. 3 കപ്പ് ഒഴിച്ചു കൊടുക്കുവാണേ. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും ചോറ് വെച്ച് വരുമ്പോൾ നല്ല കറക്റ്റ് ആവുള്ളൂ. ഇനി നമ്മൾ ഇളക്കുകയൊന്നും ചെയ്യണ്ട. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ വയ്ക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലാകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. അപ്പോഴേക്കും പ്രഷറൊക്കെ പോയിട്ട് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇപ്പം അതാ ഒരു വിസിൽ വന്നു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് അടുപ്പത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുക്കറിൽ നിന്ന് പ്രഷറൊക്കെ പോയി. തുറന്നു നോക്കാം. ഇതാ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റ് വേവാണ്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സവാള പൊരിച്ചതും അതേപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ
കുക്കർ ചിക്കൻ ബിരിയാണി. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.